ആന്ധ്രാപ്രദേശിൽ ഞായറാഴ്ച നിശ്ചയിച്ചിരുന്ന ചന്ദ്രബാബു നായിഡുവിന്റെ സത്യപ്രതിജ്ഞ ബുധനാഴ്ചയിലേക്ക് മാറ്റി. മൂന്നാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ശനിയാഴ്ച നടക്കുന്ന പശ്ചാത്തലത്തിലാണ് മാറ്റം. ആന്ധ്രയിൽ മുഖ്യമന്ത്രി സ്ഥാനം പങ്കിടണമെന്ന് പവൻ കല്യാണിന്റെ ജനസേന പാർട്ടിക്കുള്ളിൽ വികാരമുണ്ട്. സഖ്യത്തെ ബാധിക്കുന്ന തരം സമ്മർദ്ദം തുടക്കത്തിൽ വേണ്ട എന്നും തീരുമാനം. ഞായറാഴ്ച രാവിലെ 11:53 അമരാവതിയിൽ ചന്ദ്രബാബു നായിഡു സത്യപ്രതിജ്ഞ ചെയ്യുമെന്നായിരുന്നു TDP ആദ്യം അറിയിച്ചിരുന്നത്. മൂന്നാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ശനിയാഴ്ച നിശ്ചയിച്ച പശ്ചാത്തലത്തിലാണ് മാറ്റം. ചന്ദ്രബാബു നായിഡു, പവൻ കല്യാൺ, BJP നേതാവ് D പുരന്തേശ്വരി അടക്കമുള്ള NDA നേതാക്കൾക്ക് സത്യപ്രതിജ്ഞയിൽ പങ്കെടുക്കുന്നതിന് ഡൽഹിയിലേക്ക് തിരിക്കേണ്ടതുണ്ട്. ചന്ദ്രബാബു നായിഡു ബുധനാഴ്ച മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. ഇത് 4ാം തവണയാണ് ചന്ദ്രബാബു നായിഡു ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയാകുന്നത്. ജ്യോത്സ്യന്മാരുടെ നിർദ്ദേശപ്രകാരം സമയം കുറിക്കും. അമരാവതിയിലെ ചന്ദ്രബാബു നായിഡുവിന്റെ ഔദ്യോഗിക വസതിയിൽ ഇന്ന് പാർലമെന്ററി പാർട്ടി യോഗം ചേർന്നു. TDP ജനസേന സർക്കാരിൽ പവൻ കല്യാണിന് ഉപമുഖ്യമന്ത്രി സ്ഥാനവും ചന്ദ്രബാബു നായിഡുവിന്റെ മകൻ നാരാ ലോകേഷിന് മന്ത്രിസഭയിൽ നിർണായക പദവിയുമാണ് ആലോചനയിൽ. എന്നാൽ ഉപമുഖ്യമന്ത്രി എന്ന വാഗ്ദാനം സ്വീകരിക്കാൻ ജനസേന പാർട്ടി നേതാവ് പവൻ കല്യാണിന് വിമുഖതയെന്നാണ് വിവരം. മുഖ്യമന്ത്രി സ്ഥാനം പങ്കിടണമെന്നാണ് ജനസേന പാർട്ടിക്കുള്ളിലെ വികാരം. അവസാന 1 വർഷമെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനം പവൻ കല്യാണിന് നൽകണമെന്നാണ് ജനസേന പാർട്ടിയുടെ ആവശ്യം. സഖ്യത്തെ ബാധിക്കുന്ന തരം സമ്മർദ്ദം തുടക്കത്തിൽ വേണ്ടെന്നും പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട്. 2029ഓടെ ആന്ധ്രയുടെ അമരത്തേക്കെത്താനാണ് പവൻ കല്യാൺ ലക്ഷ്യമിടുന്നത്. പവൻ കല്യാണിനും അദ്ദേഹത്തിന്റെ പാർട്ടിക്കും എന്തു വേണമെങ്കിലും ആഗ്രഹിക്കാം. തെലുങ്കുദേശത്തിന്റെ തലൈവരും ആന്ധ്ര രാഷ്ട്രീയത്തിലെ അധികായനുമായ ചന്ദ്രബാബു നായിഡു മുഖ്യമന്ത്രി പദം പങ്കുവയ്ക്കാൻ ഒരു കാലത്തും തുനിയില്ലെന്നത് യാഥാർത്ഥ്യവും. വിജയവാഡയിൽ നിന്നും അഭിലാഷ് തൊഴുവൻകോടിനൊപ്പം അലക്സ് റാം മുഹമ്മദ്, 24.